പ്രണയം വാക്കുകൾക്ക് അതീതമായ ഒരു വികാരം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഫെബ്രുവരി 14, വാലന്റൈൻസ് ഡേ അഥവാ പ്രണയദിനം. എന്നാൽ വെറുമൊരു ആഘോഷത്തിനപ്പുറം ഈ ദിവസത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ആരായിരുന്നു സെന്റ് വാലന്റൈൻ? എന്തിനാണ് ഈ ദിവസത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്? പ്രണയത്തിന്റെ ഈ വലിയ ആഘോഷത്തിന് പിന്നിലെ ചരിത്രം നമുക്ക് നോക്കാം. പ്രണയിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും ആരോടെങ്കിലും പ്രണയം തോന്നാത്തവരായിട്ടും ആരും കാണില്ല. പ്രണയത്തിന് പ്രായം, നിറം, ജാതി, മതം എന്നൊരു വ്യത്യാസമില്ല. ആർക്കും എപ്പോഴും ആരോട് വേണമെങ്കിലും പ്രണയം തോന്നാം. ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒരുപോലെ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ദിനം കൂടിയാണ് വാലന്റൈൻസ് ഡേ. ഈ ദിവസം പങ്കാളികൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യും. ഇന്ന് പ്രണയദിനം മാത്രമല്ല ആഘോഷിക്കുന്നത്, അതിനു മുന്നേ വരുന്ന ദിവസങ്ങളും ആഘോഷിക്കാറുണ്ട്. ഇതിനെ വാലന്റൈൻസ് വീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഫെബ്രുവരി 7 മുതൽ ഫെബ്രുവരി 14 വരെയാണ് ഈ വാലന്റൈൻസ് വീക്ക് വരുന്നത്. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ട്. ഈ വാലന്റൈൻ വീക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി 7 റോസ് ഡേ ആയിരുന്നു. ഫെബ്രുവരി 8 പ്രപ്പോസ് ഡേയും, ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേയും, ഫെബ്രുവരി 10 ടെഡി ഡേയും, ഫെബ്രുവരി 11 പ്രോമിസ് ഡേയും ആയിരുന്നു. ഇനി വരുന്ന ഫെബ്രുവരി 12 ഹഗ് ഡേയും, ഫെബ്രുവരി 13 കിസ് ഡേയും ആളുകൾ ആഘോഷിക്കാറുണ്ട്. അതിനുശേഷമാണ് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ വരുന്നത്. പ്രണയിതാക്കൾ തങ്ങളുടെ പങ്കാളിയോടൊത്ത് പ്രണയം ആസ്വദിക്കാൻ ഈ ദിവസം മാറ്റിവെക്കുന്നുണ്ടെങ്കിലും ഈ ദിവസത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1-2 വർഷം മുമ്പത്തെ ചരിത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമാണിത്. വാലന്റൈൻസ് ദിനമായി ബന്ധപ്പെട്ട 2 ചരിത്രം നമുക്ക് നോക്കാം. വാലന്റൈൻസ് ഡേയുടെ ചരിത്രം ഉറങ്ങുന്നത് പുരാതന റോമിലാണ്. ചരിത്രത്തെക്കുറിച്ച് പല കഥകൾ പ്രചരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും പ്രശസ്തമായത് സെയിന്റ് വാലന്റൈൻ എന്ന പുരോഹിതന്റെ കഥയാണ്. ക്ലോഡിയസ് രണ്ടാമൻ 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്ന കാലത്ത് ഒരു വിചിത്ര നിയമം രാജ്യത്ത് അവതരിപ്പിച്ചു. അന്നത്തെ സൈന്യത്തിലുള്ള യുവാക്കളായ സൈനികർ വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹിതരായ സൈനികരെക്കാളും അവിവാഹിതരായ സൈനികർക്ക് നല്ല പോരാളികളാകാൻ സാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. എന്നാൽ ചക്രവർത്തിയുടെ ക്രൂരമായ നിയമത്തെ വാലന്റൈൻ എന്ന പുരോഹിതൻ എതിർത്തിരുന്നു. അദ്ദേഹം രഹസ്യമായി സൈനികർക്ക് വിവാഹം നടത്തിക്കൊടുത്തു. എന്നാൽ വാലന്റൈൻ പുരോഹിതൻ വിവാഹം നടത്തിക്കൊടുക്കുന്ന വിവരം ചക്രവർത്തിയുടെ കാതുകളിൽ എത്തുകയും ചക്രവർത്തി അദ്ദേഹത്തെ തടവിലാക്കുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. വാലന്റൈൻ പുരോഹിതൻ തടവിൽ കഴിയുന്ന സമയത്ത് അവിടുത്തെ ജയിലറുടെ അന്ധയായ മകളുമായി സൗഹൃദത്തിലാകുകയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ആ കുട്ടിക്ക് കാഴ്ച ലഭിക്കുകയും ചെയ്തു എന്നൊരു വിശ്വാസവും ഉണ്ടായി. വധശിക്ഷയ്ക്ക് തൊട്ടു മുൻപ് വാലന്റൈൻ പുരോഹിതൻ ആ പെൺകുട്ടിക്ക് ഒരു മനോഹരമായ കത്തും അയച്ചിട്ടുണ്ടായി. ആ കത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം എഴുതിയത് ഫ്രം യുവർ വാലന്റൈൻ എന്നാണ്. ഇന്നും ലോകമെമ്പാടുമുള്ള പ്രണയിതാക്കൾ സ്നേഹത്തോടെ തന്റെ പങ്കാളിക്ക് അയക്കുന്ന ആ വാചകത്തിന്റെ ഉത്ഭവം വധശിക്ഷയ്ക്ക് തൊട്ടു മുമ്പുള്ള സെന്റ് വാലന്റൈന്റെ മരണമൊഴിയായിരുന്നു. AD 270 ഫെബ്രുവരി 14 ക്ലോഡിയസ് രണ്ടാമന്റെ നിർദ്ദേശപ്രകാരം വാലന്റൈൻ പിതാവിനെ വധിച്ചത്. അദ്ദേഹത്തോടുള്ള ആദരവിന്റെയും സ്മരണയുടെയും അടിസ്ഥാനത്തിലാണ് ഈ ദിവസം വാലന്റൈൻ ഡേ ആയി ആഘോഷിക്കുന്നത്. അതുപോലെ ആദ്യകാലത്ത് വാലന്റൈൻസ് ഡേ മതപരമായ ആഘോഷമായിരുന്നു. എന്നാൽ പിന്നീട് ഇത് വസന്തകാല ഉത്സവങ്ങളുടെ ഭാഗമായി. പുരാതന റോമിൽ ഫെബ്രുവരിയുടെ പകുതിയിൽ ലൂപ്പർകാലിയ എന്ന ഉത്സവം നടക്കാറുണ്ടായിരുന്നു. ഈ ഉത്സവം പൂക്കൾ കൈമാറുന്ന ഒന്നായിരുന്നില്ല, ഫലഭൂഷ്ഠിതയുടെയും ശുദ്ധീകരണത്തിനും വേണ്ടിയായിരുന്നു നടത്തിയിരുന്നത്. ഫെബ്രുവരി 13 മുതൽ 15 വരെയായിരുന്നു ലൂപ്പർകാലിയ ഉത്സവം ആഘോഷിച്ചിരുന്നത്. ഇതിൽ മൃഗങ്ങളെ ബലി നൽകിയിരുന്നു. ഒപ്പം ആ മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ച് പുരുഷന്മാർ സ്ത്രീകളെ അടിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ അടിക്കുന്നത് സ്ത്രീകളിൽ ഗർഭധാരണത്തിന് സഹായിക്കും എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. എന്നാൽ പിന്നീട് ക്രിസ്തുമതം വ്യാപിച്ചതോടെ പോപ്പ് ഗലാസിയസ് രാജ്യത്ത് നിന്നും ലൂപ്പർകാലിയ ആഘോഷം നിർത്തലാക്കി. ശേഷം ഫെബ്രുവരി 14 സെയിന്റ് വാലന്റൈൻസ് ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ന് ലോകം മുഴുവനും വാലന്റൈൻസ് ഡേക്ക് മുൻഗണന നൽകുന്നുണ്ട്. പരസ്പരം പ്രണയം കൈമാറാനും സമ്മാനങ്ങൾ നൽകാനും ഈ ദിവസം ആളുകൾ ഉപയോഗിക്കുന്നു. പ്രണയത്തിന്റെ മുഴുവൻ സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് ആളുകൾ ഈ ദിവസം ആഘോഷിക്കുന്നത്. ഈ വർഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും പ്രണയദിനാശംസകൾ നേരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.